അന്നത്തെ സോവിയറ്റ് നാട് യൂണിയൻ എന്നറിയപ്പെട്ടിരുന്ന റഷ്യ, USSR, താമസമിന രംഗത്തേക്ക് കയറി വരുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ മനുഷ്യപുത്ര, നീ രോഷ്, മേശക് എന്നിവ, തൂബൽ എന്നിവയുടെ പ്രഭുവായിരിക്കുന്ന മാഗോഗ് ദേശത്തിലെ ഗോഗന് നേരെ മുഖം തിരിച്ച് പ്രവചിച്ച് പറയേണ്ടതെന്നാൽ, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗേ, എന്റെ കൈ നിനക്ക് വിപരീതമായിരിക്കുന്നു. ഞാൻ നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി എന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന്റെ നേരെ വരുത്തും. എന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന്റെ നേരെ ഗോഗ് വരുന്ന നാളിൽ താമസമിന ഇവിടെ അടി നടക്കും. പാശ്ചാത്യ രാജ്യവും പൗരസ്ത്യ രാജ്യങ്ങളുമായി രണ്ട് ചേരികളിൽ തിരിഞ്ഞു നിന്നടിക്കും. ഏക കാരണം ഇസ്രായേലായിരിക്കും. സ്നേഹിത, ഈ വേദവസ്തു എന്ന് പറഞ്ഞത് പണ്ട് ആരാണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ പയറുവറുത്ത കഥ എഴുതിയിരിക്കുന്ന അല്ലിത്. ലോകത്തിന്റെ ചരിത്രം ഇതിനകത്തുള്ളതാ. അല്ല, നീ പാപ്പക്കളി കളിക്കാനുള്ളതല്ല. ഇതിനോട് എതിർത്തവനൊക്കെ വിവരം പറഞ്ഞിട്ടുണ്ട്. അവന്റെ കുടുംബവും കുപ്പക്കുന്നായി ഉമ്മൻ കുരുത്തിട്ടുണ്ട്. ഇത് തലയിൽ വെച്ചവനേക്ക് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവന്റെ സന്തതികളെയും തലമുറകളെയും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും ഈ മൃഗത്തെ നമസ്കരിക്കും. ഏത് മൃഗം? അടുത്തു വരാനുള്ളൊരു മൃഗം. മൃഗം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് 4 കാലും വാലുമുള്ള ഒരു മൃഗമല്ല. ആ മൃഗം എന്നുള്ളൊരു സ്ഥാനപ്പേരായിട്ടിരിക്കട്ടെ. ഈ സമ്മിശ്രമായ ഭരണത്തിന്റെ ഗതിയിലേക്ക് ഈ ലോകം മൊത്തം നീങ്ങുന്നു. 1 അല്ല 2 അല്ല 3 പേർ ഒരുമിച്ച് ഭരണത്തിലേക്ക് വരും. അതിന് പൈശാചിക തൃത്വം എന്ന് ഞങ്ങൾ നാമകരണം ചെയ്യുന്നു. സാത്താൻ, അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ. സാത്താൻ എന്ന പേരുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇവിടെയുള്ള ഒരു മനുഷ്യരെയുമല്ല. അവൻ ആകാശത്ത് നിന്ന് തീ നിറമുള്ള ഒരു സർപ്പം താഴേക്ക് വീണു എന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവനുമുണ്ട് 7 തലയും 10 കൊമ്പും. ഇതൊക്കെ അടുത്തു വരാനിരിക്കുന്ന 10 രാജാക്കന്മാരെ കാണിക്കുന്നു. തല 7ഉം സ്ത്രീ ഇരിക്കുന്ന 7 മലകളാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ അവസാനം വ്യാഖ്യാനിച്ചിട്ടുണ്ട്.